എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി അപ്പോസ്തല പ്രവൃത്തികൾ 26 അധ്യായം 16 വാക്യം. അപ്പോസ്തല പ്രവൃത്തി 26:16. എങ്കിലും എഴുന്നേറ്റ് നിവർന്നു നിൽക്കാം, നീ എന്നെ കണ്ടതിനും ഇനി ഞാൻ നിനക്ക് പ്രത്യക്ഷനാവാൻ ഇരിക്കുന്നതിനും നിന്നെ ശുശ്രൂഷകനും സാക്ഷിയുമായി നിയമിപ്പാൻ ഞാൻ നിനക്ക് പ്രത്യക്ഷനായി. കർത്താവിൻ്റെ പരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ്റെ മാനസാന്തരവും അതിനെ തുടർന്ന് കർത്താവ് തനിക്ക് നൽകുന്ന നിയോഗങ്ങളും ഇടപെടലുകളും എപ്രകാരമായിരുന്നു എന്നാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. എഴുന്നേറ്റ് നിവർന്നു നിൽക്കാം, ഞാൻ നിന്നെ ശുശ്രൂഷകനും സാക്ഷിയുമായി നിയമിക്കും. ദമസ്കോസ് സംഭവം ശൗലിൻ്റെ മാനസാന്തരം എന്ന് പറയുന്നതിനേക്കാൾ നിയോഗം എന്ന് പറയുന്നതാണ് കൂടുതൽ ശരി. അഗ്രിപ്പ രാജാവിൻ്റെ മുൻപിൽ ആ സംഭവം പൗലോസ് തന്നെ വിവരിക്കുമ്പോൾ യേശുവിൻ്റെ ശിഷ്യനായതിനേക്കാൾ അപ്പോസ്തലനായ വൃത്താന്തമാണ് എടുത്തു പറയുന്നത്. ശൗലിൻ്റെ മാനസാന്തരത്തെക്കുറിച്ച് 3 ഇടങ്ങളിൽ നമ്മൾ കാണുന്നു. ഈ ഭാഗത്ത് 26 അധ്യായത്തിൽ കാണുന്നത് പൗലോസ് തന്നെ തനിക്കുണ്ടായ ജീവിതത്തിൻ്റെ മാറ്റത്തെ അഗ്രിപ്പ രാജാവിൻ്റെ മുൻപാകെ മറ്റ് കേൾവിക്കാരുടെയൊക്കെ മുൻപിൽ പ്രസ്താവിക്കുന്നതാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ പ്രവാചക ശുശ്രൂഷയ്ക്ക് ഒരാളെ നിയോഗിക്കുമ്പോൾ നൽകുന്ന ആഹ്വാനമാണ് എഴുന്നേറ്റ് നിൽക്ക എന്ന് പറയുന്നത്. ഒരു നിയോഗം സ്വീകരിപ്പാൻ തയ്യാറായി ഒരുങ്ങി നിൽക്കുന്നതിനെയാണ് അത് കുറിക്കുന്നത്. പ്രവാചക ശുശ്രൂഷയ്ക്ക് വിളിക്കപ്പെട്ട യഗസ്കേലിൻ്റെ അനുഭവവും അതായിരുന്നു. മനുഷ്യപുത്ര, നിവർന്നു നിൽക്ക, ഞാൻ നിന്നോട് സംസാരിക്കും, മത്സരികളായ ഇസ്രായേൽ മക്കളുടെ അടുക്കൽ ഞാൻ നിന്നെ അയക്കുന്നു. അതുകൊണ്ട് പഴയ നിയമ പ്രവാചകന്മാർക്ക് ലഭിച്ച അതേ നിയോഗമാണ് ദമസ്കോസ് സംഭവത്തിലൂടെ ശൗലിനും ലഭിച്ചത്. ദൈവം പ്രവാചകന്മാരെ നിയോഗിച്ചതുപോലെ അപ്പോസ്തലന്മാരെയും പ്രസംഗിക്കേണ്ടതിന് നിയോഗിക്കുകയാണ്. ഭാവികാല വൃത്താന്തങ്ങൾ മുൻകൂട്ടി പറയുന്നവരാണ് പ്രവാചകന്മാർ എന്നൊരു ചിന്ത പൊതുവെ ഉണ്ടായിരുന്നു. അവർ ദൈവത്തിൻ്റെ വക്താക്കൾ എന്ന് പറയുന്നതാണ് കൂടുതൽ ശരി. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്ന ആമുഖത്തോടെയാണ് ദൂത് ഉദ്ഘോഷിക്കുന്നത്. അതായത് ദൈവഹിതം തിരിച്ചറിഞ്ഞ് വെളിപ്പെടുത്തുന്നവരാണ് ഫോർ ടെല്ലേഴ്സ്. അതിനേക്കാൾ ഫോർ ടെല്ലേഴ്സ് ആണ് പ്രവാചകർ. പ്രവാചകന്മാർ ഇന്നിൻ്റെ വ്യാഖ്യാതാക്കളാണ്. ഇവിടെ ഒരു നിയമനം പൗലോസിന് ലഭിക്കുന്നത് ശുശ്രൂഷകനും സാക്ഷിയുമായി നിൽക്ക എന്നതാണ്. പരിശുദ്ധാത്മാവാണ് സാക്ഷ്യം വഹിപ്പാൻ ശക്തീകരിക്കുന്നത്. നീ എന്നെ കണ്ടതിനും ഇനി ഞാൻ നിനക്ക് പ്രത്യക്ഷനാവാനിരിക്കുന്നതിനും സാക്ഷിയാകാൻ ഞാൻ നിന്നെ നിയമിക്കുന്നു. ശുശ്രൂഷകനും സാക്ഷിയും പരസ്പരം ബന്ധപ്പെട്ട വാക്കുകളാണ്. രണ്ടിനും ഒരു പദം തന്നെയാണ് ലൂക്കോസ് ഉപയോഗിക്കുന്നത്. നേരിൽ കണ്ട് അനുഭവമുള്ള കാര്യങ്ങൾക്ക് സാക്ഷ്യം വഹിപ്പാനാണ് ശൗൽ നിയോഗിതനായത്. സാക്ഷ്യം വഹിക്കുന്നത് പലപ്പോഴും ലളിതമായി നിർവഹിക്കാവുന്നതല്ല. സാക്ഷ്യ ജീവിതത്തെക്കുറിച്ച് ബർണാക്ഷ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: there is no harm but full of danger. അപകടം പതിയിരിക്കുന്നതാണ് ഈ സാക്ഷ്യ ദൗത്യം. സാക്ഷികൾക്ക് ലഭിച്ചിരിക്കുന്ന ഒരു വാഗ്ദാനമുണ്ട്: ഞാൻ നിന്നെ രക്ഷിക്കും. സ്വജനത്തിൻ്റെയും ജാതികളുടെയും കയ്യിൽ നിന്ന് അവൻ രക്ഷിക്കും. ഈ വാഗ്ദാനം പ്രവാചകന്മാർക്ക് നൽകിയിട്ടുണ്ട്. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ 8-ാം വാക്യം അത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. പീഡനവും എതിർപ്പും ഉണ്ടായില്ലെന്നോ ഉണ്ടായാൽ തന്നെ ഗണ്യമാക്കാതെ പോകണമെന്നോ അല്ല. ഇതിൻ്റെ അർത്ഥം
നമ്മുടെ വിളിയിലും തെരഞ്ഞെടുപ്പിലും നിയോഗത്തിലുമൊക്കെ ഇത് അടങ്ങിയിട്ടുണ്ട്. കഷ്ടത ഒരു സാക്ഷിയുടെ കൂടപ്പിറപ്പാണ്. കഷ്ടത ഒഴിഞ്ഞ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി അല്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു വഴിയിലേക്കല്ല ക്രിസ്ത്യാനിറ്റിയെ ക്ഷണിക്കുന്നത്. പട്ടുമെത്ത ഒന്നും ആയിരിക്കില്ല അവിടെ നമ്മെ കാത്തിരിക്കുന്നത്. കർത്താവ് തന്നെ അനുഗമിപ്പാൻ, അല്ലെങ്കിൽ തൻ്റെ അടുക്കൽ വന്ന ന്യായശാസ്ത്രിയോട് പറയുന്നത് വാഗ്ദാനങ്ങളൊന്നുമല്ല, ഒന്നുമില്ലാത്തവൻ്റെ കൂടെ ഇറങ്ങിത്തിരിക്കാനുള്ള ശക്തമായ ആഹ്വാനമാണ്. അപ്പോൾ ഇവിടെ ആരാണ് നിയോഗിച്ചിരിക്കുന്നത് എന്ന് വളരെ ശ്രദ്ധേയം. ഞാൻ നിന്നെ അയക്കുന്നു. ഉയിർത്തെഴുന്നേറ്റ കർത്താവ് ശൗലിനെ പൗലോസായി, അല്ലെങ്കിൽ ജാതികളുടെ അപ്പോസ്തലനായി നിയോഗിക്കുന്നു. ദൈവത്തിൽ നിന്ന് നേരിട്ട ഒരു ദർശനത്തിൻ്റെ ഫലമായി ലഭിക്കുന്ന നിയോഗം. എന്താണ് ദൗത്യം? ക്രിസ്തു യേശുവിലൂടെ ലഭിച്ചിരിക്കുന്ന രക്ഷയുടെ സന്ദേശം വിളംബരം ചെയ്യുക. അതിൻ്റെ അർത്ഥം ക്രിസ്തുവിലൂടെ ലഭ്യമാകുന്ന പാപമോചനം. 2 കുരുട്ട് കണ്ണുകൾ തുറക്കപ്പെടുക. 3 ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്കും സാത്താന്റെ അധികാരത്തിൽ നിന്ന് ദൈവത്തെങ്കിലേക്കും തിരിയുക. 4 ശുദ്ധീകരിക്കപ്പെട്ട സമൂഹത്തിൽ അംഗമാകുക. അവയാണ് യഥാർത്ഥ സ്വാതന്ത്ര്യത്തിൻ്റെ ലക്ഷണങ്ങൾ. അപ്പോൾ ശൗലിനെ തൻ്റെ നിയോഗത്തിനായി കർത്താവ് രൂപാന്തരപ്പെടുത്തി മാറ്റുന്ന സംഭവം ക്രൈസ്തവ സഭയുടെ ചരിത്രത്തിലെ ഏറ്റവും ആഴമായ ഒരു വഴിത്തിരിവായിരുന്നു എന്ന് നമുക്കറിയാം. നമ്മയെല്ലാം ദൈവം തമ്പുരാൻ വിളിക്കുന്നു, അല്ലെങ്കിൽ നമ്മെ വിളിച്ചിരിക്കുന്നു. ആയിരിക്കുന്ന ഇടങ്ങളിൽ കർത്താവിൻ്റെ സാക്ഷികളായി ജീവിപ്പാൻ നമുക്ക് വലിയ നിയോഗവും ലഭിച്ചിരിക്കുന്നു. ഈ ഒരു ചിന്ത നമ്മെ ഭരിക്കട്ടെ. ഇന്നത്തെ പകൽക്കാലം അങ്ങനെ നിയോഗമേറ്റുവാങ്ങിയവൻ എന്ന ബോധ്യത്തോടെ ജീവിപ്പാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, സ്വർഗീയ പിതാവേ, മനോഹരമായ പുതിയ ദിനത്തിനായും അതിൻ്റെ പ്രഭാതത്തിനായും നന്ദിയോടെ സ്തോത്രം. ഇന്നത്തെ പകൽക്കാല ജീവിതത്തിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുമ്പോൾ അവിടുത്തെ കൃപയിൽ ആശ്രയിക്കുന്നു. എഴുന്നേറ്റ് നിവർന്നു നിൽക്കാം എന്ന് പൗലോസിനോട് പറഞ്ഞതുപോലെ ഞങ്ങളുടെയൊക്കെ ജീവിത സാഹചര്യങ്ങളിൽ എഴുന്നേറ്റ് നിൽക്കാൻ ത്രാണിയില്ലാത്ത ചില സന്ദർഭങ്ങൾ ഉണ്ടാകുമ്പോൾ ഞങ്ങളെ നിൽക്കുമാറാക്കുന്ന ദൈവത്തിന് സ്തോത്രം. ഇന്നത്തെ പകൽക്കാലം ഞങ്ങളെ ശക്തീകരിക്കണമേ, നിൽക്കുമാറാക്കണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിവാഹവാർഷികം ആഘോഷിക്കുന്നവരെ ഓർക്കുന്നു. കർത്താവെ, ആർദ്രതയുടെയും കനിവിൻ്റെയും കരുണയുടെയും പുതിയ അനുഭവങ്ങളിലേക്ക് പ്രവേശിപ്പാൻ ദൈവം സഹായിക്കണമേ. യേശു മശിഹ മൂലം പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹവും കാവലും നാം എല്ലാവരോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.